നമസ്കാരം. യുഎഇ എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വീട്ടുജോലിക്കായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ വെമ്പൽ കൊണ്ടിരിക്കുന്നവരോട് ഒരു ചോദ്യം. ഈ നാട്ടിൽ ഒരു വീട്ടുജോലിക്കാരിക്ക് ലഭിക്കാത്ത എന്ത് മഹാസൗഭാഗ്യമാണ് വിദേശ രാജ്യങ്ങളിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്? ശമ്പളമില്ലായ്മയോ, ശാരീരിക പീഡനമോ, അതോ പട്ടിണിയോ? ഞങ്ങൾ എത്രയൊക്കെ അനുഭവ കഥകൾ പങ്കുവച്ചിട്ടും എന്തുകൊണ്ടാണ് പ്രേക്ഷകർ വീണ്ടും വീണ്ടും ഈ ഊരാക്കുടുക്കിലേക്ക് ചെന്ന് വീഴുന്നതെന്ന് ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. യുഎഇ എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ബോർഡ് അംഗമായി യുഎഇ രണ്ടാം വട്ടവും തെരഞ്ഞെടുക്കപ്പെട്ടതിനെ മനുഷ്യാവകാശ പ്രവർത്തകർ പ്രകീർത്തിച്ചു. വിവിധ ദേശക്കാരായ നിരവധി പ്രവാസികൾക്ക് സമാധാനത്തോടും സഹകരണത്തോടും കൂടെ തൊഴിൽ ചെയ്യാൻ അവസരമൊരുക്കുന്ന യുഎഇ ഗവൺമെന്റ് നടപടികൾ സ്തുത്യാർഹമാണെന്ന് സംഘടനകൾ അഭിപ്രായപ്പെട്ടു. 47 അംഗങ്ങളുള്ള UNHRCയുടെ അന്തർദേശീയ സർക്കാർ സമിതിയാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമങ്ങളിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുക. ഗൾഫ് രാജ്യങ്ങളിൽ നിയമപ്രശ്നങ്ങളുള്ളവർക്ക് കോടതി ചെലവുകൾ നടത്തുന്നതിനായി 2 ലക്ഷം രൂപ വരെ സഹായം ലഭ്യമാകുമെന്ന് നോർക്ക റൂട്ട്സ് അറിയിക്കുന്നു. മയക്കുമരുന്ന്, കൊലപാതകം തുടങ്ങിയ ക്രിമിനൽ കേസുകൾ നിലവിലുള്ളവർക്ക് ഇത് ബാധകമായിരിക്കില്ല. കൂടുതൽ വിവരങ്ങൾക്ക് www.norcaroots.net എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. 4.5 വർഷങ്ങൾക്ക് മുൻപ് ഖത്തറിൽ ഭാര്യ സഹോദരന്റെ കടയിലേക്ക് സെയിൽസ്മാനായി ജോലിക്ക് പോയ കോഴിക്കോട് വടകര സ്വദേശി ജാഫർ 2014 മാർച്ചിൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നാളിത്രയായിട്ടും ജാഫർ തിരികെ വീട്ടിലെത്തിയിട്ടില്ല. ജോലി നഷ്ടപ്പെട്ടതിന്റെ മനപ്രയാസം കാരണമാവാം ജാഫർ തിരിച്ചെത്താത്തതെന്നാണ് ബന്ധുക്കൾ വിശ്വസിക്കുന്നത്. ജാഫറിന്റെ തിരിച്ചുവരവ് ആഗ്രഹിച്ചാണ് ഭാര്യയും കുട്ടികളും ജ്യേഷ്ഠ സഹോദരനും ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. ജാഫറിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നമുക്ക് ഈ കുടുംബാംഗങ്ങളോട് തന്നെ ചോദിച്ചറിയാം. പോയിട്ട് എത്ര വർഷമായി? ശരിക്കും 4.5 വർഷം. കഴിഞ്ഞ മാർച്ചിലാണ് വന്നത് അല്ലേ? എയർപോർട്ടിൽ വന്നു എന്ന് പറയുന്നു. ഇവിടെ ഉള്ളപ്പോ എങ്ങനെയുള്ള സ്വഭാവമുള്ള ആളായിരുന്നു? കാശൊക്കെ ശരിക്കും വീട്ടിലേക്ക് തരുമൊക്കെ ചെയ്യുക? തരും. അവിടെ ചെന്നിട്ട് ചെയ്തതാ? 3 വർഷം വരെ പൈസ അയച്ചു. 3 വർഷം വരെ പൈസ അയച്ചു. ആരാ കൊണ്ടുപോയത്? നിങ്ങളെ ആങ്ങളെയാണ് കൊണ്ടുപോയത്. അപ്പൊ എന്താ അവിടുന്ന് പോരാൻ കാരണം? അങ്ങനെ വിസേന്റെ കാലാവധി കഴിഞ്ഞിറങ്ങും പോന്നതാണ്. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ട് പോന്നതല്ല. വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന സംസാരങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല, ഒരു വിഷയമില്ലാണ്ട് ഒരാൾ അങ്ങനെ പോയില്ലല്ലോ. നിങ്ങള് കാര്യങ്ങൾ തുറന്നു പറയില്ല, പറകള് അതില് എന്താണെന്ന് വെച്ചാൽ ഇയാള് ഒരു ടെൻഷൻ്റെ ആളാണ്. ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കും, പിന്നെ കുറച്ച് ദിവസം ഒന്ന് ഫ്രീ ആവണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഇയാൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ എക്കാമ പുതുക്കുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടല്ലോ ഗൾഫിൽ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ, അന്വേഷണത്തിന് മനസ്സിലാക്കാൻ പറ്റിയത് എക്കാമ പുതുക്കാൻ പറ്റിയില്ല ആൾക്ക്. അപ്പോൾ എക്കാമ പുതുക്കാൻ പറ്റാതായപ്പോൾ അവിടെ റെയ്ഡ് നടന്നു. റെയ്ഡ് നടത്തുന്നപ്പോൾ ആൾ പിടിക്കപ്പെട്ടപ്പോൾ ജയിലിൽ പോയി. അവിടുന്ന് അവരാണ് പിന്നെ കയറ്റി അയക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ലാസ്റ്റാണ് അറിയുന്നത്. ഈ ആളെ പിടിക്കപ്പെട്ടെന്നുള്ളത് അറിയുന്നത് ലാസ്റ്റ് ഘട്ടത്തിലാണ്. അപ്പോൾ പിന്നെ അതിനെപ്പറ്റിയിട്ട് അന്വേഷിച്ചപ്പോഴത്തേക്ക് ആളെ ഇങ്ങോട്ടേക്ക് കയറ്റി വിട്ടു എന്നുള്ള ഖത്തറിൽ നിന്ന് വേറെ ആളെ കൊണ്ട് അന്വേഷിപ്പിച്ചപ്പോൾ ആളെ പിന്നെ കയറ്റി വിട്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തു, ആളെപ്പറ്റി ഒരു വിവരം ഇല്ലെന്നുള്ളത്. ഇയാളെ ഇറങ്ങിയ ഡേറ്റ് ഇറങ്ങിയ ഡേറ്റ് പോലീസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള രേഖ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുള്ളി അങ്ങനെയുള്ള സ്വഭാവമുള്ള ഒരാളാണ്. ആളെ എന്താന്ന് വെച്ചാൽ ആൾക്കൊരു ബുദ്ധിമുട്ട് വന്ന ആരെയും ഡിപ്പെൻഡ് ചെയ്യില്ല. അയാള് ഒരു നേരോ മൈൻഡാണ്. ആദ്യമുള്ള എൻ്റെ അനുജനാണ്. ആൾക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമല്ല. അയാൾ ജോലി ചെയ്യും, അയാൾ എന്തായാലും വീട്ടിൽ എത്തിച്ചു കൊടുക്കും, ഭാര്യക്കും കുട്ടിയും കൊടുക്കും. പിന്നെ നമ്മൾ ഒരു വിഷമം ഉണ്ടെങ്കിൽ ആരോടും പറയത്തില്ല. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാലേ നമ്മളൊക്കെ അറിയാൻ പറ്റുള്ളൂ. തുറന്നു പറയാത്തൊരു ടൈം. അതെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞങ്ങൾ അസുഖവും കാര്യങ്ങളൊന്നുമില്ല. ഉള്ളിലേക്ക് വലിഞ്ഞ് ഇന്നൊരു സ്വഭാവമുള്ള ഒരാള്. പഠിച്ചിട്ടുണ്ട് അയാള്?
പഠിച്ചിട്ടുണ്ട്. എത്ര വരെ പഠിച്ചു? 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. ഇയാൾക്ക് വല്ല തൊഴിലും അറിയായിരുന്നു? തൊഴിലൊക്കെ നല്ല വിദ്യാഭ്യാസപരമായിട്ട് നല്ല എഡ്യൂക്കേഷനിൽ വായിക്കാനും പിടിക്കാനും ഒക്കെ അറിയാം. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ചെവിയിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ചെവി കേൾവിക്കുറവിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചികിത്സിച്ച് മാറ്റിയതാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് അതിൽ ഫീലിംഗ് ഇപ്പോൾ പിടിച്ചു കഴിഞ്ഞപ്പോൾ നാട്ടിലെങ്ങനെ ഒരു വീടില്ലായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ തറവാട് എല്ലാവരും ഭാഗിച്ചിട്ട് അത് എല്ലാവർക്കുമായിട്ട് വീതിച്ച് കഴിഞ്ഞു. അപ്പോൾ വീട്ടിൽ വന്നാൽ ഒരു വീടില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകും ചിലപ്പോൾ. കാരണം തറവാട് എല്ലാം വായിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തറവാട്ടിൽ നിന്ന് കിട്ടിയ സാമ്പത്തിക സഹായം കൊണ്ട് ഇവർക്ക് ഞങ്ങളെല്ലാം കൂടിയിട്ട് ഇപ്പോൾ ഒരു വീട് ഇവരും ഞങ്ങളെ കൂടി വീടുണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ആ ഒരു ഫീലിംഗ് ആണോ എന്നുള്ള ഞങ്ങൾക്ക് സംശയിക്കും. അറിയില്ല. കാരണം അയാൾ അറിയില്ല വീടുണ്ടാക്കിയെന്നില്ല. അപ്പോൾ ചിലപ്പോൾ കയറി വരാനൊരു സ്ഥലമില്ല. ഇയാൾ അപ്രത്യക്ഷമായതിനു ശേഷമാണോ വീടുണ്ടാക്കിയിരിക്കുന്നത്? ഇപ്പൊ അടുത്താണ് വീടുണ്ടാക്കി, എല്ലാരും കൂടി സഹായിച്ചിട്ട്. അയാൾക്ക് അറിയില്ല. അങ്ങനെ ഒരു ഫീലിംഗ് ആണോ? ഇയാള് വിവരം ഇല്ലാതായിട്ട്, ഇപ്പൊ നിങ്ങൾക്ക് ഈ വിവരം ഇല്ലാതായിട്ട് എത്ര കാലമായി? ഇയാൾ ജയിലിൽ കിടക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. ജയിലിൽ കിടക്കുന്ന അറിയുന്നത് ഇപ്പം 1 വർഷം കഴിഞ്ഞു. എത്ര കാലം ജയിലിൽ കിടന്നു ഇയാള് കിടന്നിട്ടിപ്പം ജയിലിൽ കിടന്ന കാലം 3-6 മാസം. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളെ ആങ്ങളെ അറിഞ്ഞില്ലേ അത്? ആങ്ങളെ അപ്പൊ 3 വർഷം ആകുമ്പോഴത്തേക്കും ഇവിടെ പോന്നിരുന്നു. അവിടുത്തെ വേറൊരു പ്രശ്നം കാരണം അവിടുന്ന് കയറി. അതാണ് പ്രശ്നമായത്. അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ജയിലിൽ പിടിച്ചപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാനസികമായ ടെൻഷൻ കൊണ്ട് ഇനി നാട്ടിൽ വന്നിട്ടൊരു ജോലിയും കാര്യമൊന്നും ഇല്ലാതെ കുട്ടികളും മക്കളൊക്കെ ആയ സ്ഥിതിക്ക് പിന്നെ ആളാണെങ്കിൽ ആരെടുത്തും ഒരു കാര്യത്തിനും പറയാത്ത ഒരാളാണ്. എത്ര മക്കളാ? ഞങ്ങൾ 8 പേരുണ്ട്. 5 ആണുണ്ട്. ഇയാളെ ഇളയ ആളാണ്. വളരെ സ്നേഹപൂർവ്വം വളർത്തിയ ആളാണ്. അപ്പൊ ഇപ്പൊ ഉമ്മക്ക് അസുഖമായിട്ട് ഉമ്മക്ക് ഇപ്പം അറ്റാക്ക് ബ്ലോക്കൊക്കെ വന്നിട്ട് ഞങ്ങൾ എന്ത് കൊടുത്തിട്ടും ഉമ്മക്ക് ഒരു സമാധാനമില്ല. ഇവരെ കാണാനുള്ള ആ ഒരു ടെൻഷനിൽ കിടക്കുക. അതുപോലെ തന്നെ ഭാര്യയുടെ ഉപ്പയും അവരും പ്രായം കൂടിയിട്ട് വല്ലാത്തൊരു ഏജ് കണ്ടീഷനിലായിട്ടുള്ളത്. ഇവർക്ക് ഇപ്പൊ 3 മക്കൾ. എന്താ പറയണ? നിങ്ങൾ രണ്ടാളും എന്താ പറയണ? കുപ്പാനെ കാണണം. ഇവരൊക്കെ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ ചോദിക്കുന്നു, എല്ലാരും നിങ്ങളിപ്പോ എന്താ വരാത്ത? ഞങ്ങൾക്കല്ല ഉണ്ട് എല്ലാരും, ഞങ്ങൾക്ക് മാത്രം ഉപ്പ ഇല്ല, അതുകൊണ്ട് ഇപ്പൊ സ്റ്റുഡിയോയിൽ വരുന്നില്ല എന്ന് പറഞ്ഞ ആളുകൾ കണ്ടിട്ട് ഞങ്ങളോട് എല്ലാരും ചോദിക്കും. അതിന് ക്ഷേമൊന്നുമില്ല. എന്ത് ക്ഷേമ? ഓരോ അവസ്ഥകളിൽ ഓരോരുത്തരായിട്ട് പോയതല്ലേ. അന്വേഷിച്ചു വന്നല്ലേ. ഇപ്പൊ എന്തോ വിഷമായിട്ട് പോയതാ, അല്ലാണ്ട് നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ട് പോയതൊന്നും അല്ലല്ലോ. പ്രവാസ ലോകം പ്രവർത്തകരോടാണ്, കേരളത്തിലുള്ളവരോടും വിദേശത്തുള്ളവരോടും. ജാഫർ 4.5 വർഷമായിട്ട് യുഎയിലുണ്ടായിരുന്നു. ഖത്തറിലുണ്ടായിരുന്ന ആളാണ്. ഇപ്പോ ഈ മാർച്ചില് കോഴിക്കോട് വന്ന് ഇറങ്ങി എന്ന് പറയുന്നു. വീട്ടിലേക്ക് വന്നില്ല മൂപ്പര്. ഇവർക്ക് അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. സാധാരണ നിലയിൽ ഗൾഫുകാർക്ക് ഉണ്ടാകുന്ന വിസ അപ്രത്യക്ഷമാകലും അല്ലെങ്കിൽ വിസ തീരലും, അത് അടിക്കാൻ കാശില്ലാതെ പിന്നീട് ലേബർ ഡിപ്പാർട്ട്മെന്റ് പിടിക്കലും ജയിലിൽ കിടക്കലൊക്കെ ഉണ്ടായി. പൊതുവെ ഒരു അന്തർമുഖനായിട്ടുള്ള ഒരാളാണെന്നാണ് ജ്യേഷ്ഠനും ഇവരൊക്കെ പറയുന്നത്. സ്വന്തം ഭാര്യയിൽ നിന്ന് കാര്യമായ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയില്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങളെ കുറിച്ച്. പക്ഷെ നമ്മൾ കേട്ടത് വളരെ അന്തർമുഖനായിട്ടുള്ള ഒരാളും ആരെയും ആശ്രയിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളും ആണ്. സ്വന്തം ജോലി ചെയ്ത് കിട്ടുന്ന പൈസ വീട്ടിലേക്ക് എത്തിക്കുക, അത് മക്കളും കുടുംബവുമായി ഷെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു. തിരിച്ച് വരുമ്പോൾ എന്ത് ഭാവി എന്നുള്ള ഒരു ചിന്തയായിരിക്കണം എയർപോർട്ടിൽ വെച്ച് അപ്രത്യക്ഷനാവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജാഫർ, ഇവിടെ നിങ്ങൾക്കൊരു വീടുണ്ടായിട്ടുണ്ട്. നിങ്ങൾ അത്തരത്തിലുള്ള ഒരു ആശങ്കയും നിങ്ങളുടെ സഹോദരങ്ങളൊക്കെ വളരെ സ്നേഹത്തോടും താല്പര്യത്തോടും കൂടിയുള്ള പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ കഴിയുന്ന ആളുകളാണ് വടകരയിലൊക്കെ ഉള്ളത്. അവർ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് തിരിച്ചു വരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നതല്ലേ, എത്രയോ ആളുകൾക്ക് സംഭവിക്കുന്നത്, നിങ്ങൾക്ക് മാത്രം സംഭവിക്കുന്നു. ഗൾഫിൽ പോയ എല്ലാ മനുഷ്യരും വിസ തീരലും വിസ തിരിച്ചടിക്കാൻ പറ്റാതെ നാട്ടിൽ വരലും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. എത്രയോ ആളുകൾ, 100 ആയിരക്കണക്കിന് ആളുകളൊന്നും ഗൾഫിലുണ്ട്. അതുപോലെ ഒരാളായിട്ട് നിങ്ങളിപ്പോൾ സാധാരണ നിങ്ങളെ കുറ്റം കൊണ്ടല്ലോ ജയിലിൽ പോയത്. വിസ പുതുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അക്കാമ പുതുക്കാൻ പറ്റിയില്ല, അതിൻ്റെ പേരിൽ നിങ്ങൾ ജയിലിൽ പോയി. അത് തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കലല്ലേ ജാഫർ? നമ്മൾക്ക് സ്നേഹപ്പെട്ടവരോട് കൂടി കാര്യങ്ങൾ പറയലല്ലേ, അല്ലാതെ ഒളിച്ചോടിയിട്ട് അവിടെ പോയിട്ട് എന്താ കാര്യം? ഈ മക്കളാരും നോക്കും?
അല്ലെങ്കിൽ ഭാര്യ എന്ത് ചെയ്യും? അവർ സംസാരിക്കാൻ തന്നെ കേൾപ്പില്ലാത്തൊരു സ്ത്രീയായിട്ടാണ് എനിക്ക് തോന്നിയത്. ശരിയല്ല അത്. കഴിയുന്നത് വേഗം നിങ്ങൾ നാട്ടിൽ വരാം. നിങ്ങളുടെ സ്വഭാവത്തെ പറ്റിയൊന്നും യാതൊരു ദൂഷ്യവും പറയുന്നില്ല, വേറെ ഒന്നും പറയുന്നില്ല. മക്കള് പഠിക്കുന്നു, ചെറിയ കുട്ടി വലുതായി വരുന്നു, സ്കൂളിൽ പോകാനാകുന്നു. നിങ്ങളിവിടെ വന്നാൽ നിങ്ങൾക്കൊരു ജോലിക്കൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാലമല്ല എന്ന് നിങ്ങൾക്കറിയില്ലേ? അതുകൊണ്ട് ജാഫറിനോട് എനിക്ക് പറയാനുള്ളത്, കഴിയുന്നതും വേഗം നാട്ടിലെത്തണം. നിങ്ങൾ എവിടെയാണ് ജാഫറിനെ കണ്ടെത്തുന്ന ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ജാഫർ കോഴിക്കോട് പ്രദേശത്തൊക്കെ തന്നെ ഉണ്ടാകാനാണ് സാധ്യത. അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യത കുറവാണ്, അല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും അപ്രത്യക്ഷനായിട്ട് മനസ്സ് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് വീട്ടുകാരെ വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി. ഞങ്ങളതിന് നിങ്ങളെ വീട്ടിലെത്തിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഒരു എന്താ പറയുക, ഒരു മധ്യസ്ഥ എന്നുള്ളതിൽ ഞങ്ങൾ എന്താവുന്നത് ചെയ്യാം. കയ്യിൽ നിങ്ങളെ ആ നിലയിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾക്ക് ഉണ്ടതെങ്കിൽ അത് കേൾക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് ജാഫർ തിരിച്ചു വരണം, കുടുംബത്തോടൊപ്പം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനിവരെ തിരിച്ചയക്കുകയാണ്. ജോലി എന്താന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാക്കാം. 1983 മെയ് മാസത്തിൽ ഇറാൻ ഇറാഖ് സമുദ്രാതിർത്തിയിൽ വെച്ച് അപകടത്തിൽപ്പെട്ട കപ്പലിലെ 2 മലയാളികളുടെ കുടുംബാംഗങ്ങളാണ് ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. ബഹ്റൈനിൽ നിന്നുള്ള ഒരു ചരക്ക് കപ്പലിലെ ജീവനക്കാരായിരുന്നു റാഫിയുടെ ഉപ്പ കാസിമും ഫാത്തിമയുടെ ഭർത്താവ് മുഹമ്മദ് ഇസ്മായിലും. ഈ അപകടത്തിൽ 4 പൊന്നാനിക്കാർ രക്ഷപ്പെട്ടതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞയിടെ ഇറാനിലെ ജയിലിൽ 11 ഇന്ത്യക്കാരെ കണ്ടെത്തിയതായി വിവരം ലഭിച്ചു. ഇതിൽ കാസിമും മുഹമ്മദ് ഇസ്മായിലും പെട്ടിട്ടുണ്ടോ എന്നറിയാനാണ് ഈ കുടുംബാംഗങ്ങൾ ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. കാസിമിനെ കുറിച്ചും മുഹമ്മദ് ഇസ്മായിലിനെ കുറിച്ചും വിശദമായി നമുക്ക് ചോദിച്ചറിയാം. കാസിം ഇസ്മായിലാണ് നിങ്ങളെ അമ്മമ്മക്ക് ക്യാപ്റ്റനായിരുന്നു. കാസിം അതിൽ വർക്ക് ചെയ്തിരുന്നു. പൊന്നാനി എന്നാണ് അമ്മമ്മക്ക് ഒരു 4 ആളെ കൊണ്ടുവന്നത്. ആ പൊന്നാനിക്കാർ രക്ഷപ്പെട്ട് നമ്മളവിടെ വന്നു. പക്ഷെ ഞാൻ കണ്ടില്ല. അന്ന് വാച്ചേരിൽ ഉപ്പയും ഉമ്മയൊക്കെ ഉണ്ടായിരുന്നു. അവരിപ്പം മരിച്ചു. അപ്പോൾ അവരെക്കുറിച്ച് അവരുടെ ഡീറ്റെയിൽ നമുക്ക് കിട്ടിയിട്ടില്ല. പൊന്നാനിക്കാരുടെ ഡീറ്റെയിൽ നമുക്കറിയില്ല. അവരെന്താ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവർ പറഞ്ഞത് ഇങ്ങനെ ഇവർ രക്ഷപ്പെട്ടു. അപ്പോൾ കാസിമും മോമക്കൊക്കെ നമ്മളെ ഇതില്ലേ, എന്താണ് രക്ഷാ ബോട്ട്, അതിൽ ചാടി എന്നാണ് പറയുന്നത്. അതിൽ ചാടി ഇവർ നീന്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇവർ പരസ്പരം ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ വിസിലടിച്ചിട്ട്. പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോൾ അവരത് കേൾക്കാതായി. അപ്പോൾ പിന്നെ അതിന് ശേഷമുള്ള വിവരങ്ങളൊന്നും ഇവർക്കറിയില്ല. ഇവരേതോ ഹെലികോപ്റ്റർ വന്ന് ഇവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. ഈ 30 കൊല്ലം 32 വർഷമായല്ലോ. പക്ഷെ നിങ്ങൾ ഈ ആദ്യത്തെ ഒരു വിവരം മാത്രമാണ്, ഈ പൊന്നാനിക്കാർ പറഞ്ഞ വിവരവും ഈ എംബസിന്ന് കാര്യമായ ഒരു വിവരവും കിട്ടിയില്ല. യുദ്ധം നടക്കണ കാരണം അന്വേഷിക്കാൻ പറ്റിയില്ല. യുദ്ധം അവസാനിച്ച കാലത്ത് നിങ്ങൾ അന്വേഷിച്ചില്ല? ആ സമയത്ത് അല്ല, യുദ്ധം നടക്കുന്ന കാലത്ത് അന്വേഷിക്കാൻ പറ്റിയില്ല എന്നല്ല അവർ പറഞ്ഞത്. അവർക്ക് അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവര് മിസ്സായി പോയെന്ന അല്ലെങ്കിൽ ചുഴിപ്പെട്ട് പോയെന്ന ഒക്കെയാണ് അവര് നമ്മളെ വിവരം അറിയിച്ചത്. ഈ കാണാതായ എന്റെ വാപ്പാടെ ഒരു അനുജൻ ബഹ്റൈനിൽ ജോലി ചെയ്യുന്നുണ്ട്. ആളും വാപ്പയൊക്കെ ബഹ്റൈനിൽ തന്നെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. ബഹ്റൈനിൽ നിന്ന് പോയ കപ്പലാണ് ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത്. അപ്പൊ അവരിങ്ങനെ പോകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹ്റൈനിൽ നിന്ന് പോയ സൗദിയിൽ നിന്ന് പിന്നെ ഇറാൻ, അവിടെ നിന്ന് ഇറാഖ്, അങ്ങനെ സാധനങ്ങൾ കയറ്റി പോകുന്ന ചരക്കപ്പലായിരുന്നു. അപ്പൊ എന്റെ വാപ്പാടെ അനുജൻ കൊച്ചാപ്പാടെ വിവരം മൂപ്പര് അവിടെ ഉണ്ടായിരുന്നപ്പോൾ മൂപ്പരാണ് ഈ അന്വേഷണങ്ങളൊക്കെ ആദ്യമേ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ മൂപ്പര് പറഞ്ഞിട്ടുള്ള അറിവുകളാണ് ഞങ്ങൾക്കുള്ളത്. അപ്പൊ മൂപ്പര് പറഞ്ഞത് ഇങ്ങനെയാണ് അവിടെ നിന്ന് കയറ്റിപ്പോയി. അതിനുശേഷം നിങ്ങൾ എംബസികളിലേക്ക് കത്തുന്നില്ല? ഇറാൻ ജയിലില് ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിൽ പെട്ടിട്ടുള്ള ആളുകളിൽ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ സംശയം. പക്ഷെ ഇതിലെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇറാൻ ജയിലിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഇവർക്ക് കമ്മ്യൂണിക്കേഷനുള്ള സാധ്യത ഉണ്ടാവും. ഇവർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളല്ല, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളൊന്നും അല്ല ഇവർ.
അത്യാവശ്യം വർത്തമാനം പറയാനും ഇതൊക്കെ ഇപ്പോൾ ഇറാൻ ജയിലിൽ അത്തരത്തിലുള്ള അതാണ് ഞാൻ പറയണേ, അവർക്ക് അറബും അറിയാം, എല്ലാ ഭാഷയും അതിൻ്റെ സാധ്യത എത്ര ഉണ്ടെന്നുള്ളത് വളരെ കുറവാണ് ഉള്ളത് സത്യം പറഞ്ഞാൽ. നമുക്കൊന്ന് അന്വേഷിക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ഒരു ട്രൈ ചെയ്തില്ല എന്ന് വേണ്ട. ഇപ്പോൾ ഇവരുടെ മകളുടെ ഭർത്താവ് എൻ്റെ ഒരു കുടുംബത്തിലെ കുട്ടിയാണ്, അവനെ വിളിച്ചിരുന്നു സലീം. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അന്വേഷിക്കാം. ഞങ്ങൾ പിന്നെ ഇറാൻ എംബസി ആയിട്ടും അതുപോലെ തന്നെ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പൊക്കെ ആയിട്ട് നിങ്ങൾ ഇന്ത്യൻ എംബസിക്ക് വീണ്ടും ഒരു കത്തയക്കണം. അങ്ങനെ 11 ആൾ ഇറാൻ ജയിലിൽ കിടക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളെ MP മുഖാന്തരം ഏതെങ്കിലും ഒരു ലെറ്റർ നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിക്ക് കൊടുക്കുക. ഇങ്ങനെ 11 ആൾ ഇന്ന ഇതിൽ ഞങ്ങളെ ആളുകൾ മിസ്സായി പോയിട്ടുണ്ട്, 11 ആളുകൾ ഇറാൻ ജയിലുകളിൽ ഉണ്ട് എന്ന് കേൾക്കുന്നത്, അവരതിലുണ്ടോ എന്ന് സംശയമുണ്ട്, അതുകൊണ്ട് ഒന്ന് അന്വേഷിച്ച് ഞങ്ങൾക്ക് വിവരം തരണം എന്ന് പറഞ്ഞിട്ട് വിദേശകാര്യ വകുപ്പ് മന്ത്രിക്ക് ഒരു കത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ഇറാനിലെ ഇന്ത്യൻ അംബാസിഡർക്കും ഒരു കത്തയക്കുക, അതിൻ്റെ കോപ്പി. ഇറാനിലെ ഇന്ത്യൻ അംബാസിഡർക്ക് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ മീഡിയയിൽ പോയിരുന്നു. മീഡിയ അങ്ങനെ ഈ വിവരാവകാശ കമ്മീഷൻ ഇങ്ങനെ വിവരം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഇതിൽ ചെയ്യാനുള്ളത്. ഇത് ഇറാനിലൊക്കെ മലയാളികൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഉണ്ടാവും, പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ പത്രക്കാരൊക്കെ ആയിട്ട് ഉണ്ടാവും. ഇറാനിലെ എംബസിയിൽ ചിലപ്പോൾ മലയാളികളൊക്കെ ഉണ്ടാവും, കാണുന്നവരുണ്ട്, ലോകമെമ്പാടും കാണുന്ന പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഇത് കാണുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഏതെങ്കിലും വഴിയിൽ ഇത്തരത്തിലുള്ളൊരു അന്വേഷണം നടത്താൻ കഴിയുമെങ്കിൽ അത് വലിയ ഉപകാരപ്രദമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെയെങ്കിലുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ, അതുപോലെ തന്നെ മീഡിയ പ്രവർത്തകർ, നമ്മളെ ലോകമെമ്പാടും മലയാളികളുണ്ട് ഇപ്പോൾ നമുക്ക്. അതുകൊണ്ട് ഈ പ്രോഗ്രാം കാണുകയും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ ഇത്തരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒട്ടേറെ ആളുകൾ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതിലൊന്ന് ഇടപെടാൻ കഴിയുമെങ്കിൽ ഈ 11 ആളിൽ 2 ആളുണ്ടെങ്കിൽ അത് വലിയൊരു സംഭവമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയില്ല, പക്ഷേ അങ്ങനെ ആകട്ടെ, ഈ 2 ആളുണ്ടാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് സന്തോഷകരമായ വാർത്തയായിരിക്കും. പ്രേക്ഷകർ, അതുപോലെ മാധ്യമ പ്രവർത്തകർ, പൊതുപ്രവർത്തകരൊക്കെ ഈ ആളുകളെ കണ്ടെത്താനുള്ള ഒരു ശ്രമം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബങ്ങളെ ഞാൻ തിരിച്ചയക്കുകയാണ്. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്നവരെ കുറിച്ചുള്ള അന്വേഷണമാണ് ഞങ്ങളുടെ ഈ യാത്ര. ഇത് തികച്ചും സൗജന്യവുമാണ്. കാണാതാകുന്ന ആളിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ, ഫോട്ടോ, അയക്കുന്നയാളിൻ്റെ പേര്, മേൽവിലാസം, ഫോൺ നമ്പർ തുടങ്ങിയവ സഹിതം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രവാസ ലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് pravasaloகம்@gmail.com. ജാഫറിൻ്റേത് ഒളിച്ചോട്ടം തന്നെയാണ്. ജാഫറിൻ്റെ പ്രശ്നങ്ങൾ 8 സഹോദരങ്ങളടങ്ങുന്ന കുടുംബം പണ്ടേ പരിഹരിച്ചതാണ്. സമീറയുടെയും കുഞ്ഞുങ്ങളുടെയും കണ്ണുനീരിന് ജാഫർ വേണം മറുപടി പറയാൻ. UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.